ലോകത്ത് ഇത്രത്തോളം ആദരിക്കപ്പെടുന്ന, ഇത്രത്തോളം സ്നേഹിക്കപ്പെടുന്ന, ഇത്രത്തോളം ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഡാനിൽ നിന്നുള്ള എട്ടും പൊട്ടും തിരിയാത്ത ഒരു പൊന്നുമോള് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ ചാരത്തെത്തി റസൂലുള്ള മരണപ്പെട്ടു എന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ എന്റെ നബി എവിടെ പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന വളരെ മനോഹരവും സങ്കടം വരുന്നതുമായ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, മസ്ജിദുൻ നബവിയുടെ അങ്കണത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അത് കണ്ട ഓരോരുത്തരെയും പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ് ഈ ദൃശ്യം. ഈ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ മുബാറക്കിന് നേരെ വിരൽ ചൂണ്ടി കരയുകയാണ്. ആ കരച്ചിൽ കാണുന്നവരെയും കൂടെ കരയിപ്പിക്കും. അവളുടെ കരച്ചിലിന്റെ കാരണം വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതിൽ ആളുകൾ അത്ഭുതപ്പെടുകയുമാണൊരാൾക്ക് ഇത്രയധികം തന്റെ നബിയെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന്. ഈ വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ പൂർണ്ണമായ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. احنا جنبه صلى الله عليه وسلم. خلاص من نفسي على اساس نزوره نسلم عليه ونقول له السلام عليك يا رسول الله، السلام عليك يا حبيب الله. طيب انا عارف بكيت ليه؟ عشان هو ميت. ميت لكن مع ربنا، قاعد مع ربنا فوق في حته حلوه اسمها الجنة. اسمها الجنه. ايوه قاعد مع ربنا الرسول صلى الله عليه وسلم. ولا فوق؟ ها؟ فوق مع ربنا عشان هو زول كويس. هو يعني نجيب اكيد ولا انه اكيد بعده اكيد صلى الله عليه وسلم بيجي كل باله ويديك اكيد. ايوه يعني صلى الله عليه وسلم طيب. طيب شديد. انا بتسميه رسول الله صلى الله عليه وسلم. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ ഹബീബല്ലാഹ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടൊരു ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിലേക്ക് വിരൽ ചൂണ്ടിക്കരയുകയാണ്. എന്തിനാണ് അവൾ കരയുന്നത്? സത്യമായിട്ടും സുഹൃത്തുക്കളെ, ഇത് കേട്ടാൽ നിങ്ങളുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. നമ്മളൊക്കെ ഈ ദുനിയാവിൽ വന്നിട്ട് ഇത്രയും കാലമായില്ലേ? എന്നാൽ ഒരുപക്ഷേ നമ്മളാരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ കുട്ടി സുഡാനിൽ നിന്നുള്ളതാണ്. മസ്ജിദുൻ നബവിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിയാറത്തിനായി വന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നത് നാം കേട്ടിട്ടുണ്ട്, ആരെങ്കിലും മുത്തുനബിയുടെ ഖബർ മുബാറക് സിയാറത്ത് ചെയ്തോ അവൻ മുത്തുനബിയെ നേരിൽ സന്ദർശിച്ചതുപോലെയാണ്. ഈ കുട്ടിയോട് അവളുടെ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവാം, വരൂ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകാമെന്ന്. അവൾ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകും, അവിടെ ഒരു സിംഹാസനമുണ്ടാകും, അതിൽ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നുണ്ടാകും, എനിക്കവിടത്തെ കാണാൻ സാധിക്കുമെന്ന്. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ മുബാറക്കായിരിക്കുമെന്ന് ആ കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന് ഉമ്മ അവളോട് പറഞ്ഞപ്പോൾ അത് കേട്ട് ആ കുട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി. റൗള ഷരീഫിലേക്ക് വിരൽ ചൂണ്ടി അവൾ കരഞ്ഞുകൊണ്ട് ഉമ്മയോട് ചോദിക്കുകയാണ്, നബി എവിടെ പോയി? അപ്പോൾ ഉമ്മ അവളോട് പറഞ്ഞു, അവിടുന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ ജന്നത്തിൽ പോയി. ഇത് കേട്ട് ആ കുട്ടി വീണ്ടും നിഷ്കളങ്കമായി ചോദിക്കുകയാണ്, അവിടുന്ന് താഴെയാണോ അതോ മുകളിലാണോ? എന്തൊരു നിഷ്കളങ്കമായ രീതിയാണിത്! ഈ കുട്ടി കരയുന്നത് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുന്നിലില്ലല്ലോ എന്നോർത്താണ്. നമ്മളും നിങ്ങളും ഈ ദുനിയാവിൽ ഇത്രയും കാലം ജീവിച്ചു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ടോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടൊപ്പം ഇല്ലല്ലോ എന്ന ഒരേയൊരു കാരണം കൊണ്ട് നാം കരഞ്ഞിട്ടുണ്ടോ? കഷ്ടം, എനിക്ക് അവിടത്തെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവിടത്തെ പിന്നാലെ നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ചാരയെത്താൻ നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. ആമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുത്തുനബിയെ, അങ്ങാണ് നേതാവ്, അങ്ങാണ് രാജാവ്, അങ്ങാണ് ജേതാവ്. ഓരോ പിഞ്ചുമക്കളുടെ ഹൃദയത്തിൽ പോലും അവരുടെ രക്തത്തിൽ പോലും അങ്ങയെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളുമാണെങ്കിൽ അങ്ങ് എത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് അളക്കാൻ കഴിയുന്നില്ലല്ലോ നബിയെ. എന്നെ പോലെ നിർഭാഗ്യവരായ ഒരുപാട് പേര് അങ്ങയുടെ ചാരത്തെത്താനും ആ ഖബറിൽ ഒരു മുത്തം തരാനും അങ്ങയോട് സലാം ചൊല്ലാനും ഒരുപാട് ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നുമുണ്ട്. അത് ഇനിയും വൈകിപ്പിക്കാതെ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബിയുടെ ചാരത്തെത്താനും റസൂലുള്ളാഹിയോട് സലാം പറയാനും അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യാനും നാദാ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.